രണ്ട് ഭാഗത്തും അല്ലെങ്കിൽ മൂന്ന് ഭാഗത്തോ എത്ര ഭാഗം എന്ന് വെച്ചാൽ അവർക്ക് ഓരോരുത്തരുടെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകും. അത് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഇന്ത്യയിൽ ഇപ്പോൾ സുപ്രീം കോടതിയാണ് പരമോന്നത കോടതി. അവരുടെ മുന്നിലെത്തുന്ന കേസുകൾ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാണ് അവസാനമുള്ള നിയമം. ഭരണഘടന അനുസരിച്ചും അത് തന്നെയാണ്. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ താഴത്തെ കോടതികളിൽ ഒരു പക്ഷേ ചില കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ വീണ്ടും സ്റ്റഡി നടത്തേണ്ടതാണ്. അത്രയാണ്. അപ്പോൾ അത് ഇപ്പോൾ താഴത്തെ കോടതികളിലൊക്കെ ഉണ്ടാകുന്നത് അവർക്ക് ആ സമയത്ത് കിട്ടുന്ന, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ജിഷ കേസിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ കിട്ടുന്നത് ഈ ഹൈക്കോടതിയുടെയൊക്കെ എല്ലാ കേസുകളും തീർന്നതിന് ശേഷമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ പല ഫയലുകളും കിട്ടുന്നതൊക്കെ വളരെ വൈകിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്കറിയില്ലല്ലോ ഇപ്പോൾ സർക്കാർ ഫയലിൽ ഇന്നതാണ് നടന്നത് എന്ന് ആ ഫയൽ കിട്ടുന്ന സമയത്തല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളൊരു പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളൊരു നിയമത്തിനുള്ള അതിൻ്റെ ഉപയോഗം കൂടി ഒന്ന് മനസ്സിലാക്കണം. സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ 3 ഫയലുകളുടെ കാര്യം പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം സംഭവിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതായിരുന്നല്ലോ നമ്മൾ തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ കാണിച്ചു കൊടുത്തത് അങ്ങനെ തന്നെയാണ്. ഒരു ഫയലിൽ ഒരു പേജ് മിസ്സിംഗ് ആണ്. അതുപോലെ മറ്റു പല ഫയലുകളിലും പലതും നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽ കഴിയുന്നത്ര എടുത്തിട്ടുണ്ട്. പി സെൻകുമാർ എന്ന ഉദ്യോഗസ്ഥൻ്റെ സർവീസ് കരിയറിൽ തന്നെ മോശം രീതിയിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതെപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? നോക്കുക, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ കേരളത്തിലെ മിക്കവാറും എല്ലാവർക്കും ഒരു നല്ലൊരു ഭാഗം ആൾക്കാർക്ക് എന്നെ അറിയാം, നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത്, എന്താണ് നമ്മൾ പ്രവർത്തിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ബാധിക്കുന്ന വിധത്തിൽ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്നെ ബാധിക്കുന്നുള്ളൂ. അത് പിന്നെ എല്ലാവർക്കും എന്നെപ്പറ്റി നല്ലതേ പറയാൻ ഉണ്ടാകാവൂ എന്ന് ഞാൻ നിർബന്ധിക്കുന്നത് എന്തർത്ഥത്തിലാണ്? അപ്പോൾ എന്നെപ്പറ്റി പല അഭിപ്രായമുള്ളവരുണ്ടാകും. നമ്മളെന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ഭൂരിപക്ഷം പേർക്കും അറിയാം. അത്രയേ ഉള്ളൂ അതിനെപ്പറ്റിയൊക്കെ. ഈ ഫയലുകളിൽ എന്ത് സംഭവിച്ചു എന്നാണ് താങ്കൾ കരുതുന്നത്? അത് നമ്മൾ കോടതിയുടെ വിധി വന്നിട്ട് നോക്കട്ടെ. തിരികെ സർവീസിലേക്ക് അല്ല, അതെല്ലാം ഇനി ബഹുമാനപ്പെട്ട സർക്കാർ തീരുമാനമെടുത്ത് അതനുസരിച്ച് വരട്ടെ. ആദ്യം ജഡ്ജ്മെൻറ്റ് വിശദമായിട്ടുള്ളത് കിട്ടി, അത് സർക്കാരിന് കിട്ടി, സർക്കാർ ഒരു തീരുമാനം എടുക്കട്ടെ അതിൽ. അതിന് ശേഷം തീരുമാനിക്കാം.